ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ മുന്തിരിപ്പേരയാണ്. കണ്ടോ, ചെറിയ ചെറിയ പേരയ്ക്ക, ചെറുതായിട്ട് ഇങ്ങനെ കൊല പോലെ ഉണ്ടാകും. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ആ വിളവെടുപ്പ് സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഉണ്ടായി കഴിയുമ്പോൾ അതിങ്ങനെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഇപ്പം ഇലയൊക്കെ തളിർത്ത് കായ ഉണ്ടാകാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ മരം. ചെറിയൊരു മരമാണ്. അതിനൊരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതാണ് വേറൊരു ഒരു മരക്കഷ്ണം കൊണ്ട്. അതിന് ഈ കായ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഈ ചെറിയ തണ്ടുകളിലൊക്കെയാണ് ഇങ്ങനെ കൊല പോലെ പേരയ്ക്ക ഉണ്ടായി കിടക്കുന്നത്. കണ്ടോ? അപ്പോൾ അതുണ്ടായി കഴിയുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ചെറിയ പേരയിൽ തന്നെ ഉണ്ടാവും. ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. നമ്മൾ വാങ്ങിച്ചു വെച്ച ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ കായ ഉണ്ടാകും, നിറച്ച് കായ ഉണ്ടാകും. ഇത്രയും അത് മുഴുക്കത്തുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മഞ്ഞ നിറാകും, പഴുത്തിട്ട് ഒരു മഞ്ഞ നിറാകും. അപ്പോൾ അത് ഒത്തിരി മുഴുക്കത്തില്ല. ഈ ഒരു മുഴുപ്പ് തന്നെ ആയിരിക്കും പഴുക്കുന്നതും. ആ മഞ്ഞ നിറാകുമ്പോൾ നമ്മളത് പറിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും. അതിന് മുമ്പാണെങ്കിൽ ചെറിയൊരു പുളിപ്പായിരിക്കും. അത് മഞ്ഞ നിറായി കഴിയുമ്പോൾ അതിൻ്റെ തണ്ടിൽ നിന്ന് അത് പെട്ടെന്ന് നടന്നു പോകും. അല്ലെങ്കിൽ നമ്മളന്നേരം പറിച്ചില്ലെങ്കിൽ അത് കൊഴിഞ്ഞ് താഴെ പോകും. അങ്ങനെയാണ് ഇത്. നിറച്ച് പൂത്തിട്ടുണ്ട്. ഇതിന് മുന്തിരിപ്പേര എന്നാണ് പറയുന്നത്. മുന്തിരിക്കൊല പോലെ ആയിരിക്കും പേരയ്ക്ക. ഇങ്ങനെ കൊല പോലെ ഇങ്ങനെ എല്ലാ തണ്ടയിലും ഇങ്ങനെ ഉണ്ടായി കിടക്കും. അത് ചെറിയ ചെറിയ ശിഖരങ്ങളിലാണ് കൂടുതലും ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ തണ്ടിലും ഒക്കെ ഉണ്ടാകും. ചെറിയൊരു പേരമരമാണ്, നിങ്ങൾ കണ്ടല്ലോ, ചെറിയൊരു പേരമരമാണ്. അതിനൊരു സീസണുണ്ട്. ആ സീസണിലാണ് നിറച്ചുണ്ടാകും പേരയ്ക്ക. നമ്മളെ മറ്റേ പേരയ്ക്കയുടെ അത്ര മുഴുപ്പം ഉണ്ടാകത്തില്ല. ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ മറ്റേ സാധാരണ പേരയിൽ നിന്നും ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കണ്ടോ, ഇപ്പോഴാണ് അതിൻ്റെ സീസൺ. കണ്ടോ, അതിൻ്റെ ഇലയ്ക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ സാധാരണ പേരയുടെ ഇലയിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറുതിലേ തന്നെ അത് കായ്ക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് കാണാനും ഒരു കൗതുകമാണല്ലോ, ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ കൊലകളായിട്ട് ഇങ്ങനെ പേരയ്ക്ക കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കണ്ണിനൊരു കുളിർമയല്ലേ. മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ. ഇത് നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടാകും. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. ഉണ്ടോ, ഇതിൻ്റെ എല്ലാ കമ്പിലും തന്നെ ഉണ്ട് ഇങ്ങനെ കൊല പോലെ ഇങ്ങനെ ഉണ്ടായി. ഇനിയിപ്പോൾ നിറച്ചുണ്ടാകും. പൂവുണ്ട്. പൂ പതുക്കെ കായ്കളായിട്ട് വരുന്ന ഒരു സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ കായ്കൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് നിറച്ചുണ്ടാകും. നല്ല രസമാണ് ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട്. അതുപോലെ കഴിക്കാനും ടേസ്റ്റിയാണ്. ഉണ്ടോ, നിങ്ങളുടെ വീടുകളിലുണ്ടോ ഇങ്ങനെ മുന്തിരിപ്പേര? എല്ലാ ശിഖരങ്ങളിലും തണ്ടുകളിലും കമ്പുകളിലും ഒക്കെ ഇങ്ങനെ പൂവും കായും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് അതിൻ്റെ പേരമരം. കണ്ടോ, ചെറിയ ഒരു പേരമരമാണ്. അതിൻ്റെ താഴെ തണ്ട് മുതൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് വേറൊരു കമ്പൗണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇത്രയും മുഴുപ്പേ ഉള്ളൂ. അങ്ങ് മുകളിലേക്ക് കുതിച്ച് പൊങ്ങി പോകത്തില്ല. ഇങ്ങനെ ചരിഞ്ഞ് എന്തിൻ്റെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം നേരെ നിൽക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ
ശിഖരങ്ങളിൽ ഈ പേരയ്ക്ക ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം അതിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ നമുക്കിതുപോലൊരു കമ്പ് കൊണ്ട് ഇങ്ങനെ നല്ല പൊസിഷനിലാക്കി കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ ഇല കണ്ടോ, മറ്റേ പേരയിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇലയ്ക്ക് ഇച്ചിരി കൂടി കട്ടി കുറവാണ്. ഷേപ്പൊക്കെ അതൊക്കെ തന്നെയാണ്, പക്ഷേ ഇലകൾക്ക് ഇച്ചിരി കനക്കുറവാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.